കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഷേധങ്ങളിലും, അത് CAയുടെ പേരിലുള്ളതായാലും മറ്റ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങളിലും എന്തിനാണ് ബ്രദർഹുഡിൻ്റെ തലവനും ഹമാസിൻ്റെ തലവനുമൊക്കെ രംഗത്ത് വരുന്നത്? അവരുടെ ആശയങ്ങൾ എന്തിനാണ് പ്രചരിപ്പിക്കുന്നത്? അവരുടെ ചിത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കേരളവുമായിട്ടോ ഈ രാജ്യവുമായിട്ടോ അവർക്ക് എന്ത് ബന്ധമാണുള്ളത്? ഈ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധത്തിൽ എന്തിനാണ് അവരുടെ പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത്? വളരെ ആശങ്കാജനകമാണ് സംസ്ഥാനത്തെ സാഹചര്യം. PFI നിരോധനമടക്കം കേന്ദ്ര സർക്കാർ ഭീകരവാദ സംഘടനകൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും കേരളത്തിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നു. കേരളത്തിൽ അവർക്ക് നിർബാധം സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യമാണ് നാട്ടിലെ ജനങ്ങളെ വേവലാതിപ്പെടുത്തുന്നത്. ഇത്തരം മതഭീകരവാദ സംഘടനകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, ഒരു പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റം സംസ്ഥാനത്തുണ്ട്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല. ഇപ്പോൾ ജമ്മു കാശ്മീരിലടക്കം ബ്രദർഹുഡിൻ്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും മുസ്ലിം ബ്രദർഹുഡിനെയും ഹമാസിനെയും മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഉദ്ഘോഷണങ്ങൾ നടക്കുന്നില്ല. കേരളത്തിൽ മാത്രമാണ് അത് നടക്കുന്നത്. കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഇവിടുത്തെ ഇക്കോസിസ്റ്റം അതിന് സഹായകരമായ രാഷ്ട്രീയമാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം മതഭീകരവാദികളെ ഇടതുമുന്നണിയും വലതുമുന്നണിയും അകമഴിഞ്ഞ് പിന്തുണയ്ക്കുകയാണ്. അപായകരമായ രീതിയിലേക്ക് നമ്മുടെ നാടിനെ LDFും UDFും കൊണ്ടെത്തിക്കുകയാണ്. ഇത്തരം മതഭീകരവാദ സംഘടനകൾക്ക് പരസ്യമായി വിഹരിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ തെരുവുകളെ മാറ്റുന്നതിന് പിന്നിൽ LDFിൻ്റെയും UDFിൻ്റെയും തലതിരിഞ്ഞ രാഷ്ട്രീയമാണ്. വിമാനത്താവളങ്ങൾ നമ്മുടെ രാജ്യത്ത് കണക്കാക്കുന്നത്, നമ്മുടെ നിയമം അനുസരിച്ച് കണക്കാക്കുന്നത് അതീവ സുരക്ഷാ മേഖലയായിട്ടാണ്. വിമാനത്താവളങ്ങൾ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. കേരള പോലീസ് ആ നിലയിലാണോ ഈ സമരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളത്? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവർക്ക് മുൻകൂർ അനുമതി എവിടെ നിന്നാണ് ലഭിച്ചത്? എങ്ങനെ അവർക്ക് വിമാനത്താവളത്തിന് തൊട്ടടുത്ത് വരെ എത്താൻ കഴിഞ്ഞു? എന്തുകൊണ്ട് അവിടെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ പോലീസിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല? നിർണായകമായ ചോദ്യങ്ങളുണ്ട്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന സുപ്രധാനമായ തന്ത്രപ്രധാന മേഖലയായിട്ടുള്ള എയർപോർട്ടിന് അടുത്ത് വരെ അവർക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു? പോലീസ് ഇൻ്റലിജൻസ് എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ഇതിൻ്റെ സംഘാടകന്മാരെ എന്തുകൊണ്ട് മുൻകൂറായി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല? ഈ ഹമാസ് തലവൻ്റെയും ബ്രദർഹുഡിൻ്റെയും ചിത്രങ്ങൾ എന്തുകൊണ്ട് പോലീസ് പിടിച്ചെടുത്തില്ല? ഈ സമരത്തിലുടനീളം അവർക്ക് അതെങ്ങനെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു? ഏത് കേസ് വകുപ്പ് ഉപയോഗിച്ചാണ് കേരള പോലീസ് ഈ സമരത്തിനെതിരായിട്ട് കേസെടുത്തിട്ടുള്ളത്? സാധാരണ CPMകാരും കോൺഗ്രസ്സുകാരും ഒക്കെ നടത്തുന്ന ഒരു സമരം പോലെ തന്നെയാണോ ഇതിനെ കാണേണ്ടത്? ഏത് വകുപ്പാണ് കേരള പോലീസ് ഇതിന് എടുത്തിരിക്കുന്നത്? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും വകുപ്പുകൾ ഈ കാര്യത്തിൽ കേരള പോലീസ് എടുത്തിട്ടുണ്ടോ? എന്താണ് രാഷ്ട്രീയപരമായ ഈ കാര്യത്തോടുള്ള LDFിൻ്റെയും UDFിൻ്റെയും നിലപാട്? കേരളം അറിയാൻ ആഗ്രഹിക്കുന്നു. UDF എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു നിലപാട് പറയാത്തത്? LDFിന് ഈ കാര്യത്തിൽ എന്താണ് നിലപാട്? 16-ാം തീയതി മുസ്ലിം ലീഗ് വീണ്ടും എയർപോർട്ടിലേക്ക് പോവുകയാണ് ഉപരോധിക്കാൻ. അങ്ങനെയാണ് വാർത്ത വരുന്നത്. മുസ്ലിം ലീഗ് നേരത്തെ ഒരു വിഷയത്തിൽ കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ച് ദേശീയ പതാക താഴ്ത്തി അവിടെ പാകിസ്ഥാൻ പതാക ഉയർത്തിയിട്ടുണ്ട്, പച്ച പതാക. ചരിത്രം നാം ആരും മറന്നിട്ടില്ല. അപ്പോൾ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള മതഭീകരവാദികളുടെ പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ ഒരു നിലപാടും LDFിനും UDFിനും ഇല്ല. അവർക്ക് വളരാൻ പറ്റിയ, അവർക്ക് പടർന്ന് പന്തലിക്കാൻ പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. കഫിയ അണിഞ്ഞ് പാർട്ടിയുടെ മധുര കോൺഗ്രസിൽ പിണറായി വിജയനും മരുമകനും എല്ലാം കഫിയ അണിഞ്ഞ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ആർക്കാണ്? ഈ രാജ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള കാര്യമാണോ? ഈ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിലപാട് അവിടെ പ്രതിഷേധത്തിന് ആധാരമായിട്ടുണ്ടോ? ഇസ്രായേലിനെ പരിഗണിക്കുന്നത് പോലെ തന്നെ പാലസ്തീനുമായിട്ടും ഇന്ത്യ നയതന്ത്ര ബന്ധം പുലർത്തുന്നുണ്ട്. പാലസ്തീനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ എവിടെയാണ് ഹമാസിന് സ്ഥാനം? എന്താണ് നിങ്ങൾ കഫിയ അണിഞ്ഞ് ആർക്കാണ് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്?
ഈ ഐക്യദാർഢ്യ പ്രഖ്യാപനത്തിലൂടെ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്? മറുപക്ഷത്തും അതല്ലേ ശരി, മുസ്ലിം ലീഗ് ഇതിനെല്ലാം ന്യായീകരിക്കുകയല്ലേ? എന്തെല്ലാം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്കുകയാണ്. കുട്ടികളാരും വാക്സിൻ എടുക്കാൻ പാടില്ല എന്നുള്ള ഫത്വ പരിഷ്കൃത സമൂഹമായിട്ടുള്ള കേരളത്തിൽ നടക്കുന്നു. മുസ്ലിം ലീഗ് അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശതമാനം വാക്സിനേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ജില്ലയായിട്ട് കേരളത്തിലെ ഒരു ജില്ല മലപ്പുറം ജില്ല. മലപ്പുറം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്, എന്തോ വലിയ അപരാധം കാണിച്ചു.